അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ ഷരീഫ് അതിവേഗം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പത്തിലെ രണ്ടാമത്തെ നോമ്പിലാണ് നാം ഉള്ളത്. രണ്ടാമത്തെ പത്തിൽ അള്ളാഹുവിലേക്ക് നാം ധാരാളമായി ചോദിക്കേണ്ടത് പാപമോചനത്തെയാണ്. ഇന്നത്തെ നമ്മുടെ സാഹചര്യം നമുക്കേവർക്കും അറിയാവുന്നതാണ്. ലോകം യുദ്ധ ഭീതിയുടെ മുന്നിലാണ്. യുദ്ധക്കെടുതികളാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഓരോ ഗ്രാമങ്ങളെയും ബാധിക്കും എന്നതും നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മഗ്ഫിറത്തിൻ്റെ പത്തിൽ, പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ പാപമോചനത്തിൻ്റെ പത്തിൽ ധാരാളമായി നാം ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നതാണ്. എല്ലാ പ്രശ്നത്തിനും അതൊരു പരിഹാരമാണ്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച മരുന്നാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ. ആര് ഇസ്തിഗ്ഫാറിനെ നിർബന്ധമാക്കുന്നുവോ, ആര് ഇസ്തിഗ്ഫാറിനെ പതിവാക്കുന്നുവോ, അവൻ അകപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനികളെ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമാണ് അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് മനസ്സറിഞ്ഞ് പറയൽ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് മനസ്സറിഞ്ഞ് പറയൽ. മാത്രമല്ല, ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും നാം മഗ്ഫിറത്തിനെ ചോദിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. റബ്ബേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്നും നാം പറയണം. അങ്ങനെ പറഞ്ഞാൽ ലോകത്ത് സമാധാനമുണ്ടാകാൻ അത് കാരണമായി തീരും എന്ന് മാത്രമല്ല, നമുക്ക് അല്ലാഹു തആല ഓരോ മുഅ്മിനിൻ്റെയും എണ്ണത്തിൽ നന്മകൾ എഴുതുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ നന്മയുടെ ഗ്രന്ഥത്തിൽ ഒരുപാട് നന്മകൾ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബേ, ലോക മുഅ്മിനീങ്ങൾക്ക് നീ പൊറുക്കണേ എന്ന് പറയൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രശ്നത്തിലെല്ലാം ഇടപെടാൻ കാരണമായി തീരും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? പാപമോചനത്തിനെ അർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അകപ്പെട്ടേക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് അല്ലാഹു തആല രക്ഷ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ. അപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഈ ഒരു വിഷമഘട്ടത്തെ പരിഹരിക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നത്. മാത്രമല്ല, നാം ഇപ്പോൾ നാസിലത്തിൻ്റെ ഖുനൂത്ത് കൂടി ഓതേണ്ട സാഹചര്യമാണല്ലോ. പണ്ഡിതന്മാർ നമ്മോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് നാസിലത്തിൻ്റെ ഖുനൂത്ത് നാം പാരായണം ചെയ്യണമെന്നത്. നാസിലത്തിൻ്റെ ഖുനൂത്ത് എല്ലാ ഫർള് നിസ്കാരത്തിൻ്റെയും അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലിൽ നാം ചൊല്ലേണ്ടതാണ് നാസിലത്തിൻ്റെ ഖുനൂത്ത്. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും ചൊല്ലണം. ജമാഅത്ത് നിസ്കാരത്തിൽ മാത്രമല്ല, ഒറ്റക്കുള്ള നിസ്കാരത്തിലും ഫർള് നിസ്കാരത്തിലും നാം ചൊല്ലണം. എന്താണ് നാസിലത്തിൻ്റെ ഖുനൂത്ത്? നമ്മൾ സുബഹിക്ക് ഓതുന്ന ഖുനൂത്ത് തന്നെ അല്ലാഹുമ്മ ഹ്ദിനി ഫിമൻ ഹദൈത വആഫിനി ഫിമൻ ആഫൈത്. അതിനോടൊപ്പം തന്നെ വഖിനി ശർറ മാ ഖളൈത് എന്ന് നമ്മൾ പറയുമ്പോൾ ആവർത്തിച്ച് അതിൽ 3 പ്രാവശ്യം പറയുക. റബ്ബേ, നീ വിധിച്ചതിലെ എല്ലാവിധ ഷർറുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. വഖിനി ശർറ മാ ഖളൈത്. അത് 3 പ്രാവശ്യം ആവർത്തിച്ചാൽ തന്നെ നാസിലത്തിൻ്റെ ഖുനൂത്തായി. ഇനി വേണമെങ്കിൽ ചേർത്ത് കൂടി പറയാം, അല്ലാഹുമ്മൻസുരിൽ ഇസ്ലാമ വൽ മുസ്ലിമീന അഹ്മൻസുർനാ വൻസുർ ഇഖ്വാനനൽ മുസ്ലിമീനൽ മുസ്തളഇഫീന ഫീ കുല്ലി മകാൻ. ഇതൊക്കെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം, പ്രതിസന്ധികളിൽ നിന്നെല്ലാം അള്ളാഹു തആല നമ്മെ കാക്കുകയും അവൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാസ ലോകത്തുള്ള നമുക്ക് വേണ്ടപ്പെട്ടവർ, സഹോദരങ്ങൾ, നമ്മെ സഹായിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ, എല്ലാവർക്കും അള്ളാഹു തആല സംരക്ഷണവും സുരക്ഷിതത്വവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.